ബെഞ്ച്മാർക്സ് ഇന്റർനാഷണൽ സ്കൂൾ 9ാമത് ആനുവൽ ഡേ സെലിബ്രേഷൻ യൂഫോറിയ വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു. സ്പീക്കർ ശ്രീരാമകൃഷ്ണനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ബെഞ്ച്മാർക്സ് ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാനായ PV അൻവർ MLA അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ വേദിയെ സമ്പന്നമാക്കി. മഞ്ചേരി ബെഞ്ച്മാർക്സ് ഇന്റർനാഷണൽ സ്കൂൾ സംഘടിപ്പിക്കുന്ന ഏതൊരു പരിപാടിയും അതിന്റെ സംഘാടന മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും അതിപ്രൗഢവും ഗംഭീരവുമായിരിക്കും. ശ്രീരാമകൃഷ്ണനാണ് യൂഫോറിയയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അറിവ് നേടുന്നത് മാത്രമല്ല വിദ്യാഭ്യാസം, നേടിയ അറിവിനെ ഉപയോഗപ്പെടുത്തുന്നത് കൂടെയാണ് വിദ്യാഭ്യാസം. അതുവഴിയാണ് വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളരുന്നത്. ഇത്തരത്തിൽ കുട്ടികളുടെ കഴിവിനെ വളർത്താൻ ബെഞ്ച്മാർക്സിന് കഴിയുന്നു എന്നതാണ് ഈ സ്കൂളിന്റെ പ്രത്യേകതയെന്ന് അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ കഴിവുകളെ ഇത്രയേറെ പരിപോഷിപ്പിക്കുന്ന ബെഞ്ച്മാർക്സ് പോലുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണെന്ന് പറഞ്ഞതിനോടൊപ്പം സ്വതന്ത്രവും സ്വയം നിശ്ചയിക്കുന്ന രീതികളിലൂടെയും വളർന്നു വരുന്ന ബെഞ്ച്മാർക്സ് സ്കൂളിലെ കുട്ടികളുടെ ഭാവി വളരെ ശോഭനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബെഞ്ച്മാർക്സ് ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാൻ PV അൻവർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 9 വർഷക്കാലമായി മഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കുട്ടികൾക്ക് മികവുറ്റ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ബെഞ്ച്മാർക്സ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ വൈവിധ്യമാർന്ന കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളാണ് ബെഞ്ച്മാർക്സ് എന്നും CBSE സഹോദയ സ്കൂൾ കോംപ്ലക്സ് സംഘടിപ്പിക്കുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിൽ ബെഞ്ച്മാർക്സ് എന്നും മുൻപന്തിയിൽ നിൽക്കുന്നുവെന്നും മലപ്പുറം സഹോദയ പ്രസിഡന്റ് അബ്ദുൾ നാസർ പറഞ്ഞു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സ്പോർട്സിലും ആർട്സിലും മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനവും വിവിധ ഹൗസുകൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. ബെഞ്ച്മാർക്സിന്റെ വളർച്ചയ്ക്ക് മികച്ച സംഭാവനകൾ നൽകി സ്കൂളിനെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു മഹനീയ സ്ഥാപനമാക്കി മാറ്റിയ മാനേജിംഗ് ട്രസ്റ്റി CC ഉസ്മാൻ, മലപ്പുറം സഹോദയ പ്രസിഡന്റ് അബ്ദുൾ നാസർ എന്നിവർ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൈമാറി. M ഉമ്മർ MLA, പ്രിൻസിപ്പൽ M ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രിൻസിപ്പൽ സുഭാഷ് പുളിക്കൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു.